Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4 പ്രീമിയം ലൈറ്റ് റൂം പ്രിസെറ്റ് പാക്ക് ആണ്. അപ്പോൾ ഇതിന് ബിഫോർ ആഫ്റ്റർ ഒക്കെ ഞാൻ ഒരു വീഡിയോ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഫോർ ആഫ്റ്റർ കണ്ടതിന് ശേഷം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ പ്രിസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അതിനെ നിങ്ങൾ താഴെ കൊടുത്ത ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നേരെ ഇങ്ങനെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഈ ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ആ ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഓപ്പൺ ഇൻ ക്രോം എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, സബ്സ്ക്രൈബ്, ഫോളോ, ഗെറ്റ് ലിങ്ക്, അൺലോക്ക് ചെയ്യുന്ന ബട്ടൺ കാണുക. ഫസ്റ്റ് സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ യൂട്യൂബിലേക്ക് പോകുന്നതായിരിക്കും. യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇൻ്റർഫേസ് എടുത്തതിന് ശേഷം മിനിമൈസ് ചെയ്യുക. നേരെ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഫോളോ ഇൻസ്റ്റാഗ്രാം കൊടുക്കുക. അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലേക്കൊന്ന് കയറുക. ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ എടുത്തതിന് ശേഷം ജസ്റ്റ് മിനിമൈസ് ചെയ്യുക. അതുപോലെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അൺലോക്ക് ലിങ്ക് എന്നൊരു ബട്ടൺ, ഗെറ്റ് ലിങ്ക് എന്നൊരു ബട്ടണായിട്ട് പച്ച കളറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ജസ്റ്റ് ആ ഗെറ്റ് ലിങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരെ നമുക്കിനി അടുത്തത് നമ്മളെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ജസ്റ്റ് ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ മീഡിയ ഫയർ ഇൻ്റർഫേസിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 14.9 MB ആണ് ഈ ഒരു ഫയലിൻ്റെ സൈസ്. അതുപോലെ ഡൗൺലോഡ് ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രിസെറ്റ്, അതായത് 4 പ്രീമിയം പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യുന്നത് കാണാൻ കഴിയും. അതിനുശേഷം ഡീറ്റെയിൽസ് പോയാൽ നമുക്ക് നമ്മൾ പ്രിസെറ്റ് ഡൗൺലോഡ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രിസെറ്റ് ഡൗൺലോഡ് ആകുന്നതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രിസെറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്റ്റ് ഫയൽസിൻ്റെ ബട്ടൺ വന്നിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ നിങ്ങളുടെ ഫോണിലെ ഫയലിനകത്തേക്ക് ഫയൽ മാനേജറിൻ്റെ അകത്തേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് എക്സ്ട്രാക്റ്റ് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് എക്സ്ട്രാക്റ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കേണ്ട ഓപ്ഷൻ എന്നുള്ളത് ജസ്റ്റ് ഡയറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു പ്രിസെറ്റ് എക്സ്ട്രാക്റ്റ് ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒരു ഫയൽ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 4 പ്രീമിയം LR പ്രിസെറ്റ് എന്നിട്ടൊരു ഫയൽ കാണാൻ കഴിയും. ജസ്റ്റ് ആ ഒരു ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 4 പ്രിസെറ്റും നമുക്ക് അവിടെ വന്നിട്ട് കാണാൻ കഴിയും. ഓക്കെ, അതിനുശേഷം നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു 4 പ്രിസെറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ 4 പ്രിസെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴത്തെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ ലൈറ്റ് റൂമിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈറ്റ് റൂമിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് നേരെ നമ്മൾ ലൈറ്റ് റൂം ഓപ്പൺ ആക്കാം. ലൈറ്റ് റൂം ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് എങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ തന്നെ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനുശേഷം ലൈറ്റ് റൂം ഓപ്പൺ ആക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രിസെറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. 4 പ്രിസെറ്റും വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രിസെറ്റ് നിങ്ങൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു പ്രിസെറ്റ് എടുക്കുകയാണ്. ആ ഒരു പ്രിസെറ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ ഡോട്ട് കാണാൻ കഴിയും. ആ ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ആ ഒരു കോപ്പി സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ഈ ഒരു പ്രസിൻ്റെ ഇതെല്ലാം ഫിൽറ്റർ എല്ലാം കോപ്പി ആകുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ ജസ്റ്റ് എടുക്കുക. അതായത് ലൈറ്റ് റൂമിൽ തന്നെ ആ ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ത്രിബിളോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ പേസ്റ്റ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോട്ടോൻ്റെ ഫിൽറ്റർ നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോയിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഫോട്ടോത്തിനും ആ ഒരു ഫിൽറ്റർ മാച്ച് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ഫോട്ടോത്തിനനുസരിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു അവിടെ കുറേ ടൂളിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതായത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങളുടെ ഫോട്ടോനനുസരിച്ചിട്ട് ഓരോ എക്സ്പോഷറും കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലായിട്ടുള്ളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഇന്നത്തെ പ്രിസെറ്റ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു.